വെൽക്കം ടു അബിക ടോക്സ് ആൻഡ് മ്യൂസിക് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ജിൻസി. എ സിയിൽ നിന്ന് തീ പടരാൻ കാരണം ഈ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ എന്തെല്ലാം ചെയ്യാം? എ സിയിൽ നിന്നും തീ പടർന്ന് പുക ശ്വസിച്ച് പൊള്ളലേറ്റോ ആളുകൾ മരിക്കുന്ന സംഭവം വർദ്ധിച്ചു വരികയാണ്. ചൂടിൽ നിന്നും രക്ഷപ്പെടാൻ എ സി ഓൺ ചെയ്ത് ഉറങ്ങുന്നവർ ഒരിക്കലും അതിൽ നിന്നും തീ പടരാനുള്ള സാധ്യതയെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. പലർക്കും അതിനെക്കുറിച്ച് അറിയുകയുമില്ല താനും. അതുകൊണ്ട് തന്നെ യാതൊരുവിധ മുൻകരുതലുകളും ഇല്ലാതെയാണ് ആളുകൾ എ സി ഉപയോഗിക്കുന്നത്. അസഹനീയമായി ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ മിക്ക വീടുകളിലും ഇന്ന് എ സി ഉണ്ട്. രാത്രിയിൽ ഉറങ്ങുമ്പോഴാണ് മിക്കവരും എ സി ഉപയോഗിക്കുന്നതും. ഈ സാഹചര്യത്തിൽ അപകട സാധ്യതകൾ ഒഴിവാക്കാൻ എങ്ങനെയാണ് എ സിയിൽ നിന്നും തീ പടരുന്നതെന്നും അതിന് എന്തെല്ലാം മുൻകരുതലുകളാണ് എടുക്കേണ്ടതെന്നും നാം അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. എ സിയിൽ നിന്നും തീ പടരാനുള്ള കാരണങ്ങൾ: ഇലക്ട്രിക്കൽ തകരാറുകൾ, വയറിംഗിലെ പ്രശ്നം, ശരിയല്ലാത്തതും കാലപ്പഴക്കമുള്ളതുമായ വയറിംഗ് ഷോർട്ട് സർക്യൂട്ടുകൾ ഉണ്ടാക്കുകയും അതിൽ നിന്ന് സ്പാർക്കുകളും തീപിടുത്തവും ഉണ്ടാകുകയും ചെയ്യാം. വയറുകൾ കാലപ്പഴക്കം കൊണ്ട് ദ്രവിക്കുകയോ തുരുമ്പിക്കുകയോ ചെയ്താൽ ഇലക്ട്രിക്കൽ തകരാറുകൾ ഉണ്ടാകും. ഓവർലോഡ് സർക്യൂട്ട്: ഓവർലോഡ് ആയ സർക്യൂട്ടിലേക്ക് എ സി പ്ലഗ് ചെയ്യുന്നതും അപകടകരമാണ്. ഇതുമൂലം ആ സർക്യൂട്ടിൽ കൂടുതൽ വൈദ്യുതി ഒഴുകുകയും ചൂട് കൂടി തീപിടുത്തം ഉണ്ടാകുകയും ചെയ്യാം. പഴയ കെട്ടിടങ്ങളിലാണ് ഇത് സാധാരണയായി കാണപ്പെടുന്നത്. കപ്പാസിറ്റർ തകരാറ്: കപ്പാസിറ്ററിന്റെയും ഫാൻ മോട്ടറിന്റെയും സഹായത്തോടെയാണ് എ സി ഓൺ ആകുന്നത്. ഇത് കേടുവന്നാൽ അമിതമായി ചൂട് പിടിച്ച് തീപിടുത്തം ഉണ്ടാകാനും സാധ്യതയുണ്ട്. അറ്റകുറ്റപ്പണി ചെയ്യാത്തത്: കോയിലുകളും ഫിൽറ്ററുകളും ചെളി പിടിക്കുന്നത്. എ സിയുടെ ഫിൽറ്ററുകളിലും കോയിലുകളിലും അഴുക്കും പൊടിയും പിടിച്ചാൽ എ സി യൂണിറ്റ് അമിതമായി ചൂടാകും. അമിതമായി ചൂടാകുന്നത് തീപിടുത്തത്തിന് കാരണമാകും. കൃത്യമായ ഇടവേളയിൽ എ സി വൃത്തിയാക്കുന്നതും ശരിയായ വായു സഞ്ചാരവും കൂളിംഗും ഉറപ്പു നൽകും. വെള്ളം കെട്ടിക്കിടക്കുന്നത്: എ സിയിൽ നിന്നും വെള്ളം പോകാനുള്ള വഴിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടായാൽ വെള്ളം എ സിയിൽ കെട്ടിക്കിടക്കുകയും ഓവർഫ്ലോ ആകുകയും ചെയ്യും. ഇത് ഷോർട്ട് സർക്യൂട്ടിനും തീപിടുത്തത്തിനും കാരണമാകും. റെഫ്രിജറന്റിലെ ലീക്ക്: എ സിയിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറന്റുകൾ തീപിടുത്തത്തിന് കാരണമാകാം. അശ്രദ്ധമായ ഉപയോഗവും കൃത്യമായ അറ്റകുറ്റപ്പണിയും ചെയ്യാത്തതും തീപിടുത്തവും പൊട്ടിത്തെറിക്കും കാരണമാകും. രാസപ്രവർത്തനം: ചില റെഫ്രിജറന്റുകൾ മറ്റു വസ്തുക്കളുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ രാസപ്രവർത്തനം നടക്കുകയും തൽഫലമായി തീപിടുത്തം ഉണ്ടാകുകയും ചെയ്യും. ഓവർ ഹീറ്റിംഗ്: നിരന്തരമായ ഉപയോഗം ഇടവേളയില്ലാതെ എ സി പ്രവർത്തിക്കുന്നത് ഓവർ ഹീറ്റിംഗ് ആകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് തീപിടുത്തത്തിന് കാരണമാകാം. ഇതിനോടൊപ്പം ഫിൽറ്ററുകൾ വൃത്തിയാക്കാത്തത് പോലെയുള്ള കാരണങ്ങൾ കൂടി വന്നാൽ അപകട സാധ്യത വർദ്ധിക്കും. വെന്റുകൾ ബ്ലോക്ക്: എ സി വെന്റുകൾ ബ്ലോക്ക് ആയാൽ വായു സഞ്ചാരം കുറഞ്ഞ് ഓവർ ഹീറ്റിംഗ് നടക്കാം. എ സിയുടെ സുഗമമായ പ്രവർത്തനത്തിന് കൃത്യമായ വായു സഞ്ചാരം ഉറപ്പാക്കുക. കംപ്രസറുകൾ, ഫാനുകൾ, കപ്പാസിറ്ററിന്റെ പ്രശ്നങ്ങൾ തുടങ്ങി എ സിയുടെ നിർമ്മാണത്തിലെ തകരാറുകൾ തീപിടുത്തത്തിനും പൊട്ടിത്തെറിക്കും കാരണമാകും. ഇതൊഴിവാക്കാൻ വിശ്വസ്തതയുള്ള നല്ല ബ്രാൻഡുകളിൽ നിന്നും എ സി വാങ്ങാൻ ശ്രമിക്കുക. ഇത് ശരിയായി സ്ഥാപിക്കാനും ശ്രമിക്കുക. നിലവാരം കുറഞ്ഞ സാധനമാണ് എ സിയിൽ ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ ഇലക്ട്രിക്കൽ അപകട സാധ്യതകൾ വർദ്ധിക്കും. ഗുണനിലവാര സർട്ടിഫിക്കറ്റുകൾ നോക്കി എ സി വാങ്ങാൻ ശ്രമിക്കുക. തീപിടുത്തം എങ്ങനെ ഒഴിവാക്കാം? കൃത്യമായി അറ്റകുറ്റപ്പണികൾ ചെയ്യുക. കൃത്യമായ ഇടവേളകളിൽ എ സി ടെക്നീഷ്യന്മാരെ കൊണ്ട് എ സി പരിശോധിപ്പിക്കുകയും പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക. അപകട സാധ്യതകൾ കണ്ടെത്താനും കൃത്യസമയത്ത് അവ പരിഹരിക്കാനും ഇതിലൂടെ സാധിക്കും. ഫിൽറ്ററുകളും കോയിലുകളും പൊടിയും അഴുക്കും കളയാൻ അടിക്കടി വൃത്തിയാക്കുക. അത്യാവശ്യം വന്നാൽ എയർ ഫിൽറ്ററുകൾ മാറ്റി കൃത്യമായ വായു സഞ്ചാരം ഉറപ്പാക്കുക. വയറിംഗും ഇലക്ട്രിക്കൽ സുരക്ഷയും ഉറപ്പാക്കുക. വിദഗ്ധനായ ഇലക്ട്രീഷ്യനെ കൊണ്ട് എ സി സ്ഥാപിക്കുക. എ സി സ്ഥാപിക്കുന്ന സർക്യൂട്ടിൽ എ സിക്ക് ആവശ്യമായ വൈദ്യുത പ്രവാഹം താങ്ങാനാകുമെന്ന് ഉറപ്പാക്കുക. പഴയ വീടുകളിൽ ആവശ്യമെങ്കിൽ വയറിംഗ് മാറ്റുക. അടിക്കടി വയറിംഗ് സുരക്ഷ പരിശോധിക്കുക. തകരാറുകൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ തന്നെ പരിഹരിക്കുക. റെഫ്രിജറന്റുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. എ സിയിലെ റെഫ്രിജറന്റുകൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക. കൃത്യമായ പരിചരണവും ഉപയോഗവും ലീക്കുകൾ ഇല്ലാതാക്കുന്നതും അപകട സാധ്യത കുറയ്ക്കാൻ സഹായിക്കും. ഉപയോഗം നിയന്ത്രിക്കുക. നിരന്തരമായി എ സി പ്രവർത്തിക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. ഇടവേള ലഭിച്ചെങ്കിലേ എ സി ഓവർ ഹീറ്റ് ആകാതെ തണുക്കുകയുള്ളൂ. നിയന്ത്രിതവും ശരിയായ ഉപയോഗവും കൂടുതൽ കാലം എ സി നിലനിൽക്കുകയും അപകടം ഒഴിവാക്കാനും സഹായിക്കും. എ സി വെന്റുകളെ ബ്ലോക്ക് അല്ലെന്ന് ഉറപ്പുവരുത്തുക. നല്ല തണുപ്പ് ലഭിക്കാനും ഓവർ ഹീറ്റ് ആവാതിരിക്കാനും ഇത് ആവശ്യമാണ്. ഗുണനിലവാരം ഉറപ്പാക്കുക. എ സി വാങ്ങുമ്പോൾ വിലക്കുറവ് നോക്കാതെ ഗുണനിലവാരം നോക്കി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഗുണനിലവാരം ഇല്ലാത്ത എ സികൾ ശരിയായി ഉപയോഗിച്ചാൽ അപകട സാധ്യത ഉണ്ടാകുകയില്ല. കൃത്യമായ സമയത്ത് വിദഗ്ധരെ കൊണ്ട് പരിശോധിപ്പിച്ച് പ്രവർത്തനക്ഷമത ഉറപ്പാക്കുക. ആവശ്യമെങ്കിൽ ഉള്ളിലെ ഉപകരണങ്ങൾ മാറ്റി വാങ്ങുക. ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.